നോവലിസ്റ്റ് ജോസഫ് പനക്കലുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ 7-ാം ഭാഗം. ജോസഫ് പനക്കലിൻ്റെ ആദ്യ നോവല് കൃഷ്ണപ്പരുന്തിൻ്റെ വിലാപം. ഇത് NBS ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വില 29 രൂപ. 1979 ഇതിൻ്റെ 1-ാം പതിപ്പ് പ്രസിദ്ധീകരിച്ചായിട്ട് കാണുന്നത്. പിന്നീട് 1987 2-ാം പതിപ്പും പ്രസിദ്ധീകരിച്ച് കാണുന്നുണ്ട്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം? എന്താണ്? കൃഷ്ണപ്പരുന്തിൻ്റെ വിലാപം എന്ന നോവല് കുടുംബദീപം മാസികയിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. അക്കാലത്ത് മാസം തോറും ഈ നോവലിൻ്റെ അധ്യായം പുറത്തു വരുമ്പോൾ ആകാംക്ഷയോടെ വായിച്ചിരുന്ന ഒരുപാട് വായനക്കാരുണ്ടായിരുന്നു. ഒരു ചിത്രകാരൻ്റെ കഥയാണ് അതിൽ ഞാൻ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. ചിത്രകാരൻ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആത്മാംശങ്ങൾ അതിൽ ധാരാളം ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഉള്ളത് മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിൽ ഇല്ലസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്ന AS നായർ എന്ന വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ടായിരുന്നു. ആ ചിത്രകാരൻ്റെ ജീവിതത്തെക്കുറിച്ച് കുങ്കുമം ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു ലേഖനമാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ എൻ്റെ മനസ്സിലേക്ക് വളർത്തിയെടുത്തത്. അപ്പം AS നായരുടെ ഒരു പ്രതീകമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഇനാസി എന്ന കഥാപാത്രമാണ്. ആ ഇനാസിയുടെ ജീവിത പോരാട്ടം, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് നിലനിൽപ്പിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളും ചിത്രകലാ രംഗത്ത് ആത്മസമർപ്പണത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളതും അതിൻ്റെ ഫലമായി ഉണ്ടായി തീർന്ന ചില വിപ്ലവകരമായ അവസ്ഥകളുണ്ട്. അതായത് അഭയം തേടി ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ഒരാളുടെ വീട്ടിൽ താമസിക്കുകയും മദ്രാസിൽ പഠിക്കുന്ന കാലത്ത് ചിത്രകാരൻ എന്ന നിലയിൽ നിലനിൽപ്പിന് വേണ്ടി ഒരു ഹോട്ടൽ ഉടമ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അഭയം നൽകി. അവിടെ നിന്ന് പഠിക്കുകയാണ്. അവിടെ നിന്ന് പഠിക്കുമ്പോൾ ഈ ഹോട്ടൽ ഉടമയ്ക്ക് ഒരു കാഴ്ചയില്ലാത്തൊരു മകളുണ്ടായി. ആ കണ്ണിന് കാഴ്ചയില്ലാത്ത മകളോടുള്ള സഹാനുഭൂതിയും അതിൻ്റെ ഒരു സാഹോദര്യതുല്യമായ ഒരു സ്നേഹവും അയാൾ ഈ നാസി എന്ന കഥാപാത്രത്തിനുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് വളർന്നു വന്ന ഈ ചിത്രകാരൻ ആ പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം തീരുമാനിക്കുകയും അവസാനം അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചിത്രകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മകമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കുകയാണ് ആ നോവലിൽ ചെയ്തിട്ടുള്ളത്. അത് വായനക്കാർക്കിടയിൽ വലിയ ഒരു ആവേശം തന്നെ ഉണ്ടാക്കിയ നോവലായിരുന്നു. അത് 3 പതിപ്പുകൾ ഇറക്കുകയുണ്ടായി. ഇപ്പോഴും ആ നോവലിനെ കുറിച്ച് അന്വേഷിക്കുന്ന വായനക്കാരുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മദ്രാസിൽ നിന്ന് ഒരു വ്യക്തി അന്വേഷിച്ചു വരികയുണ്ടായി. ആ നോവൽ പണ്ട് വായിച്ച ഓർമ്മ വെച്ചൊരു കോപ്പി കിട്ടാൻ വഴിയുണ്ടോ എന്നന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരികയുണ്ടായി. എൻ്റെ കയ്യിൽ കോപ്പി കൊടുക്കാനുണ്ടായിരുന്നില്ല. 3-ാം പതിപ്പിന് ശേഷം പിന്നെ അതിൻ്റെ പ്രസിദ്ധീകരണം നിന്നുപോയി. ഇന്നൊരു കോപ്പി പോലും കിട്ടാൻ വഴിയില്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഒരു ചിത്രകാരൻ്റെ ജീവിതത്തെയും അതിൻ്റെ വളർച്ചയെയും അതിന് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും കലയോടുള്ള സ്നേഹവും കലയ്ക്ക് വേണ്ടിയുള്ള ആത്മസമർപ്പണവും ഒക്കെ ആവിഷ്കരിക്കുന്ന നോവലാണ് കൃഷ്ണപ്പരുന്തിൻ്റെ വിലാപം.